വേദവിചാരം എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹതിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾക്ക് വരുവാനും അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അങ്ങ് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിപ്പാൻ ബലഹീന നടീനെ അങ്ങ് സഹായിക്കണമേ. അയാളുടെ പരിശുദ്ധാത്മാവ് അടിയനെ നിറച്ച കർത്താവെ, വചനത്തിൻ്റെ മർമ്മങ്ങളെ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കേൾക്കുന്ന വചനം അനുഗ്രഹത്തിനായി തീരുവാൻ മുഖാന്തരം ഒരുക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 21 അധ്യായം 24 തിരുവചനം, 1 Chronicles chapter 21 verse 24. ദാവീദ് രാജാവ് ഓർണാനോട്, അങ്ങനെയല്ല, ഞാൻ അത് മുഴുവൻ വില തന്ന് വാങ്ങിക്കൊള്ളാം. നിനക്കുള്ളവ ഞാൻ യഹോവയ്ക്കായി എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം അർപ്പിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു ആട്ടിടയനായിരുന്ന സാഹചര്യത്തിൽ നിന്നും രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ഒരു ഇടയർ ചെറുക്കനായിരുന്നു ദാവീദ്. തുടർന്ന് ചെറുപ്പം മുതൽ ദാവീദിന് ദൈവവുമായൊരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദാവീദിനെ സഹായിച്ചു എന്ന് നമുക്ക് കാണുവാൻ നോക്കണം കഴിയും. അപ്പോൾ ദാവീദിൻ്റെ ഒരു വലിയ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് അവൻ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനൊരു പരിഹാരം കൊടുക്കുകയാണ്. ആ പരിഹാരം എന്ത് എന്ന് നാം നോക്കുമ്പോൾ നാം ഇവിടെ വായിക്കുന്നുണ്ട്. 21 അധ്യായത്തിൻ്റെ 16 മുതലുള്ള തിരുവചനം. ദാവീദ് ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ യഹോവയുടെ ദൂതൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യെരൂശലേമിന് നേരെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കണ്ടു. ദാവീദ് മൂപ്പന്മാരും പരുക്കൻ വസ്ത്രം ധരിച്ച് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? യഹോവ എൻ്റെ ദൈവമേ, നിൻ്റെ കൈ എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിന്മേലും വരട്ടെ. നിൻ്റെ ജനത്തിൻ്റെ മേൽ ഈ ബാധ വരുത്തരുത്. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസിനായ ഓർണാൻ്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണം എന്ന് ദാവീദിനോട് പറയുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ ഒരു പ്രതിവിധി ദൈവം അവന് നൽകുകയാണ്. ദൈവത്തിനു വേണ്ടി യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അവിടെ യാഗമർപ്പിക്കുവാൻ ദൈവം ദാവീദിനോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദാവീദ് ആ സ്ഥലം വാങ്ങുന്നതാണ് അല്ലെങ്കിൽ വാങ്ങുന്ന സാഹചര്യത്തിലാണ് നാം ഈ വായിച്ച തിരുവചനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ദാവീദ് ഇപ്രകാരം ഒരു പ്രശ്നത്തിൽ ആകുവാനുള്ള കാരണം? ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് വരുന്ന വ്യക്തിയാണ്. എങ്കിലും പല സന്ദർഭങ്ങളിലും ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോയിട്ടുണ്ട്, നമുക്കറിയാം. പ്രത്യേകിച്ച് അവൻ രാജാവായി കഴിയുമ്പോൾ അവൻ പാപത്തിലേക്ക് വീഴുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും പാപം ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കഠിനമായ പാപം ചെയ്ത സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവൻ തൻ്റെ സൈന്യത്തിൻ്റെ പടയാളിയായിരുന്ന വ്യക്തിയുടെ ഭാര്യയെ കണ്ട് മോഹിച്ച് അവളുമായി വ്യഭിചാരം നടത്തുകയും അവളിൽ കുഞ്ഞ് ജനിക്കുകയും അവളുടെ ഭർത്താവിനെ, ഊര്യാവിനെ അവൻ ചതിയിൽ കൊല്ലുകയും ഒക്കെയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ സാഹചര്യങ്ങളിൽ ദാവീദ് അനുതപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചാൻ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ തൻ്റെ രാജ്യഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ വീണ്ടും ദാവീദിന് ഇതിൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ദാവീദ്
തന്നെ ദൈവത്തെ സ്നേഹിച്ചിരുന്ന, ദൈവത്തോട് ചേർന്ന് നടന്നിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മെ വലിയ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായി നാം മുമ്പോട്ട് പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ ബലഹീനതയിൽ നാം വീണുപോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കുറവുകൾ വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അവിടെയൊക്കെയും നാം അനുദപിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് എന്നുകൂടി ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ മറ്റൊരു സാഹചര്യം നാം ഇവിടെ കാണുകയാണ്. 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ തിരുവചനം. അനന്തരം സാത്താൻ ഇസ്രായേലിനെതിരായി എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. അപ്പോൾ സാത്താൻ ഇസ്രായേലിനെതിരെ എഴുന്നേറ്റു, ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ കാവൽ അവനെപ്പോഴും ഉണ്ടാകും. ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ ശരണപ്പെട്ടും മുമ്പോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകും. ആ കാവൽ നഷ്ടപ്പെടുന്നത് ദൈവമായിട്ടുള്ള ബന്ധം പലപ്പോഴും ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം അനുവദിക്കാതെ ഒരിക്കലും നമുക്ക് ചുറ്റുമുള്ള കാവൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഇവിടെ ദാവീദിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ പിശാച് പ്രേരിപ്പിച്ചു എന്ന് നാം വായിക്കുമ്പോൾ അത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാഗൽഭ്യം ദാവീദിന് കുറഞ്ഞു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവാശ്രയം ദാവീദിന് കുറഞ്ഞു പോയിരിക്കുന്നു. ഇത് നാം 2 ശമൂവേൽ 24-ന്റെ 1-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിനെതിരെ ജ്വലിച്ചു, നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്കെതിരായി ദാവീദിന് തോന്നിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ നയിക്കുന്ന രാജാവ് മൂലം ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ ജ്വലിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. ദാവീദിൽ പിശാച് പ്രേരണ നൽകുകയാണ്, അല്ലെങ്കിൽ പരീക്ഷ നൽകുകയാണ്, പ്രലോഭനം നൽകുകയാണ്. ഇപ്പോൾ പിശാചിന് ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് നമ്മെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുവാൻ കഴിയുകയില്ല. പലരും ജീവിതത്തിൽ ആത്മീയ യാത്രയിൽ വീണു പോകുമ്പോൾ തന്നെ പിശാച് ചതിച്ചതാണ്, വഞ്ചിച്ചതാണ് എന്നൊക്കെയും പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പിശാചിന് നമുക്ക് പ്രലോഭനങ്ങൾ നൽകുവാൻ കഴിയും. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് കർത്തൃപ്രാർത്ഥനയിൽ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ. അപ്പോൾ പരീക്ഷ എന്നുള്ളത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മെ വീഴ്ത്തുവാൻ പരീക്ഷകൻ എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടാകും. പക്ഷേ ആ പരീക്ഷയിൽ വീണുപോകാതെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എൻ്റെയും നിങ്ങളുടെയും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ് ഈ പ്രേരണയിൽ ദാവീദ് വീണു പോകുന്നത്. അല്ലെങ്കിൽ ഇപ്രകാരമുള്ള പ്രേരണ വരുമ്പോൾ ദാവീദിന് ദൈവത്തോട് ചോദിക്കാം, ദൈവത്തോട് അപേക്ഷിക്കാം. പക്ഷേ ഇവിടെ എന്താണ് ഈ പ്രേരണ? അതായത് ഒരു സെൻസസ് എടുക്കുവാൻ, ആ ജനസംഖ്യ എടുക്കുവാൻ ഉള്ള ഒരു പ്രേരണ പിശാച് ദാവീദിന് നൽകിയാണ്. എന്ന് പറയുമ്പോൾ ദാവീദ് ഇന്ന് അതിശക്തനായിരിക്കുന്നു, ദാവീദിൻ്റെ സൈന്യം വളരെയധികം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ദാവീദിന് തൻ്റെ ഹൃദയത്തിലൊരു അഹങ്കാരം കടന്നു വരികയാണ്. എന്താണ്? താൻ ഒരു വലിയ സൈന്യത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് അവരുടെ എണ്ണമെടുക്കുവാനുള്ളൊരു പ്രേരണ അവൻ്റെ മനസ്സിൽ പിശാച് കൊടുക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ അവനത് ചെയ്യുന്നത് മൂലമുണ്ടായ പ്രയാസങ്ങളാണ് അവൻ്റെ മുമ്പിൽ നമുക്ക് ഈ തിരുവചനത്തിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ തക്കോണം കഴിയുന്നത്. അപ്പോൾ എന്താണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അങ്ങനെ ജനസംഖ്യ എടുക്കുവാനുള്ള ഒരു അവകാശവും ദൈവം ആർക്ക് നൽകിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ജനതയാണ് ഇസ്രായേൽ ജനത, ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കണക്ക് നമുക്കെടുക്കാം. ദൈവത്തിൻ്റെ വിഷയങ്ങളിൽ, ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അധികാരത്തിലുള്ള ഒന്നിനും കണക്കെടുക്കുവാൻ നമുക്ക് യാതൊരു അവകാശവും ദൈവം നൽകിയിട്ടില്ല. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. എന്താണ് നാം വായിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ ഇടയിൽ ബാധ ഉണ്ടാകാതിരിക്കുവാൻ അവരിൽ ഓരോരുത്തരും തൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അപ്പോൾ ഒരു ചില
നിയമങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ജനതയുടെ ജനസംഖ്യ ദൈവത്തിൻ്റെ അരുളപ്പാടില്ലാതെ എടുക്കാൻ പാടില്ല. അതെടുക്കുമ്പോൾ അവരെ എണ്ണുമ്പോൾ അവരുടെ ഇടയിൽ ബാധയുണ്ടാകാതിരിക്കുവാൻ അവരിൽ ഓരോരുത്തരും തൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അപ്പോൾ ഇത് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ജനതയുടെ എണ്ണം എടുക്കുവാൻ തക്കോണം ദാവീദ് പരിശ്രമിക്കുന്നത്. നാം അത് ദിനവൃത്താന്തം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് ദാവീദ് ചെയ്യുന്നത്? 2-ാമത്തെ തിരുവചനം, ദാവീദ് യോവാബിനോടും ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടും നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെയുള്ള ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേനെന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തൻ്റെ ജനത്തെ ഇപ്പോഴുള്ളതിനേക്കാൾ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എൻ്റെ യജമാനനായ രാജാവേ, അവരൊക്കെയും യജമാനൻ്റെ ദാസന്മാരല്ലയോ? പിന്നെ യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്തിന്? ഇസ്രായേലിൻ്റെ മേൽ എന്തിന് കുറ്റം വരുത്തി വയ്ക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോവാബ് എന്ന വ്യക്തി ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തിയൊന്നുമല്ല. അവൻ പല കുറ്റങ്ങളും കൊല വരെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമുണ്ടായിട്ടും ദാവീദിനിത് ബോധ്യമായില്ല. കാരണം അവൻ രാജപദവിയിലാണ്, അവനിന്ന് സകല സൈന്യങ്ങളുടെയും അധിപനാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിലുള്ളൊരു ആശ്രയം നഷ്ടപ്പെട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ജനതയെ എണ്ണുവാൻ തക്കവണ്ണം അവനെ പിശാച് പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് നാം വായിക്കുകയാണ്, എന്നാൽ യോവാബിന് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് ഇസ്രായേലിലെല്ലാം സഞ്ചരിച്ച് യെരുശലേമിൽ മടങ്ങി എത്തി. വീണ്ടും 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അപ്പോൾ ദൈവത്തോട് അവൻ ചോദിച്ചില്ല, ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചില്ല, അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ജനതയുടെ എണ്ണമെടുക്കുവാൻ തക്കോണം അവൻ പരിശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അപ്പോൾ ദാവീദ് ദൈവത്തോട് ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, എന്നാൽ അടിയൻ്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ പോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിൻ്റെ ദർശകനായ ഗാദിനോട് അരുളിച്ചെയ്തത്, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യങ്ങൾ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവത്തോട് അവൻ അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് പരിഹാരം നൽകുകയാണ്. അപ്പോൾ ഏത് പാപം ചെയ്തിരുന്നാലും നാം അനുതപിച്ച് ദൈവത്തോട് പാപമോചനം അപേക്ഷിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുമെന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ നാം വായിക്കുകയാണ്, യഹോവ ദാവീദിൻ്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തു. അപ്പോൾ ദാവീദിനൊരു ദർശകനുണ്ട്, ഒരു പ്രവാചകനുണ്ട്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന ഒരു വ്യക്തി ദാവീദിനുണ്ടായിരുന്നിട്ടും ദൈവത്തോട് ആ വിഷയം അവൻ പ്രാർത്ഥിക്കുന്നില്ല. ജനത്തിൻ്റെ എണ്ണം എടുക്കുവാൻ തക്കവണ്ണം ഒരു ആലോചന പോലും ചോദിക്കാതെ അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് അത് ചെയ്യുകയാണ്. ഇതാണ് ദൈവത്തിന് ഏറ്റവും കോപമായി തീർന്നത്. ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുവാൻ ഒരു വ്യക്തിയെ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആത്മീയമായ ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഉണ്ടാകാം. അവരോട് പല സന്ദർഭങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അഭിപ്രായങ്ങൾ ആരായുവാൻ നമുക്ക് പലപ്പോഴും കഴിയാറുണ്ടോ നാം പരിശോധിക്കണം. അങ്ങനെ വ്യക്തികളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് ദൈവം നൽകിയിരിക്കുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മെ ദൈവത്തിൻ്റെ പാതയിലൂടെ നടത്തുവാനായിട്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ദൈവം ഗാദിനോട് പറയുകയാണ്, നീ ചെന്ന് അരുളി ചെയ്യുക, 3 കാര്യങ്ങൾ നിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്, അതിൽ ഒന്ന് നീ തിരഞ്ഞെടുക്കുക. എന്താണത്? അങ്ങനെ 11-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അങ്ങനെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇവയിൽ നിന്ന് നീ തിരഞ്ഞെടുത്തുകൊള്ളുക. 3 വർഷത്തെ ക്ഷാമമോ, നിൻ്റെ ശത്രുക്കൾ വാൾ നിന്നെ കീഴടക്കി നീ 3 മാസം നിൻ്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ പകർച്ചവ്യാധി ഉണ്ടായി ഇസ്രായേൽ ദേശമൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം നടത്തുകയോ, ഇവയിൽ ഏതെങ്കിലും തന്നെ എന്നെ അയച്ചവനോട് ഞാൻ എന്ത് മറുപടി പറയണമെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 3 കാര്യം
ദർശകൻ ചെന്ന് ദാവീദിനോട് പറയുകയാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, വളരെ സമൃദ്ധനാണ് ദാവീദ്. മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് നശിക്കുവാൻ അതിനൊരു പരിധിയില്ല. എന്നാൽ ദാവീദ് പറയുകയാണ്, ഞാൻ ഇപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവൻ്റെ കരുണ ഏറ്റവും വലുത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ദാവീദിന് നന്നായി അറിയാം. ശത്രുക്കളുടെ കരങ്ങൾ ഏൽപ്പിച്ചാൽ അത് പരിഹാരമില്ലാതെ ശത്രുക്കൾ നമ്മെ നശിപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഇതിനു വേണ്ടി അവൻ സമർപ്പിച്ചവൻ പറയുകയാണ്, യഹോവ ഇസ്രയേലിൽ പകർച്ചവ്യാധി ദാവീദ് പറഞ്ഞനുസരിച്ച് അയച്ചു. ഇസ്രയേൽ മക്കൾ 70,000 പേർ വീണുപോവുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിനൊരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവ അത് കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് സംഹാരദൂതനോട്, മതി, നിൻ്റെ കൈ പിൻവലിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസിനായ ഓർണാൻ്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ യഹോവയുടെ ദൂതൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യെരൂശലേമിന് നേരെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കണ്ടു. ദാവീദും മൂപ്പന്മാരും പരുക്കൻ വസ്ത്രം ധരിച്ച് സാഷ്ടാംഗം വീണു. അപ്പോൾ ദാവീദ് നോക്കുമ്പോൾ സംഹാരദൂതനായി നിൽക്കുന്ന ആ ദൂതനെ കാണുകയാണ്. എന്നിട്ട് ദാവീദ് അനുതപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? യഹോവേ, എൻ്റെ ദൈവമേ, നിൻ്റെ കൈ എൻ്റെ മേലും എൻ്റെ പിതൃഭവനത്തിലും മേലും വരട്ടെ. നിൻ്റെ ജനത്തിൻ്റെ മേൽ ഈ ബാധ വരുത്തരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അനുതപിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോഴാണ് ദൈവം അവനൊരു പ്രതിവിധി നൽകുന്നത്. പറയുകയാണ്, ഗാദിനോട് ദാവീദ് ചെന്ന് യെബൂസിനായ ഓർണാൻ്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണം എന്ന് ദാവീദിനോട് പറയുകയെന്ന് കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഓർണാൻ്റെ മെതിക്കളത്തിലേക്ക് ദാവീദ് പോവുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, ദാവീദ് ഓർണാൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഓർണാൻ ദാവീദിനെ കണ്ട് കളത്തിൽ നിന്ന് പുറത്തു ചെന്ന് ദാവീദിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഓർണാനോട്, ഈ കളത്തിൻ്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അതിൻ്റെ മുഴുവൻ വിലയും വാങ്ങി അതെനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് ഈ സ്ഥലം വാങ്ങുവാൻ ദാവീദ് ഓർണാൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ദാവീദ് രാജാവാണ്. ഓർണാന് ആ രാജ്യത്തിൽ വലിയ ഒരു പ്രജ എന്നതിനേക്കാൾ ഉപരിയായ മറ്റൊരു സ്ഥാനവുമില്ല. അപ്പോൾ രാജാവ് ചോദിക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് അതിനൊരു വിലയും വാങ്ങാതെ കൊടുക്കുവാൻ ഓർണാൻ പറയുകയാണ്, ഇത് നീ എടുത്തുകൊള്ളുക. ഓർണാൻ പറയുകയാണ്, അങ്ങനെ ഓർണാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനായ രാജാവിൻ്റെ ദൃഷ്ടിയിൽ നല്ലതെന്ന് തോന്നുന്നത് ചെയ്താലും ഇതാ ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിനുള്ള മെതിവണ്ടിയെയും ഭോജനയാഗത്തിനുള്ള ഗോതമ്പും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം മാത്രമല്ല, അവിടെ യാഗം അർപ്പിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സൗജന്യമായിട്ട് അങ്ങേക്ക് നൽകാമെന്ന് ഓർണാൻ പറയുകയാണ്. അപ്പോഴാണ് ദാവീദ് പറയുന്നത്, ദാവീദ് രാജാവ് ഓർണാനോട്, അങ്ങനെയല്ല, ഞാനത് മുഴുവൻ വില തന്ന് വാങ്ങിക്കൊള്ളാം, നിനക്കുള്ളവ ഞാൻ യഹോവയ്ക്കായി എടുക്കുകയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം അർപ്പിക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഇത് വലിയ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൊക്കെയും നാം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നാം ചിന്തിക്കുക, നാം തിരിഞ്ഞു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് അഹിതമായിട്ടുള്ളത് നാം ചെയ്തിട്ടുണ്ടോ? അത് മറ്റാരും നമ്മെ ബോധ്യപ്പെടുത്തണം. നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ കുറവുകൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയുമ്പോൾ അത് പരിഹരിക്കും, ദൈവം അത് പരിഹരിക്കും. അതോടൊപ്പം തന്നെ മറ്റു കാര്യം നമ്മെ ദാവീദിൻ്റെ ജീവിതാനുഭവം പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി നാം യാഗം അർപ്പിക്കുന്നത് സൗജന്യമായിട്ടായിരിക്കരുത്. നമുക്കൊക്കെയും ദേവാലയങ്ങളുണ്ട്. നാം ഇടവകളായിരിക്കുന്ന ദേവാലയങ്ങൾ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ, അല്ലെങ്കിൽ അങ്ങനെ റിട്രീറ്റുകൾ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നാം പോകാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലേണ്ടത്? ദൈവത്തിന് യാഗമർപ്പിക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരുടെ ചെലവിലാകരുത്. ഇതാണ് ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ഓർണാൻ്റെ സ്ഥലം ദാവീദിന് സൗജന്യമായിട്ട് ലഭിക്കും. ദാവീദ് ചോദിച്ചാൽ തീർച്ചയായും ഓർണാൻ കൊടുക്കും. പക്ഷേ ദാവീദ് പറയുകയാണ്, അതിൻ്റെ മുഴുവൻ വിലയും ഞാൻ വാങ്ങിക്കൊള്ളാം, നിനക്കുള്ളവ ഞാൻ യഹോവയ്ക്കായി എടുക്കുകയില്ല. ദൈവത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്, അത് ഞാൻ സൗജന്യമായി നിൻ്റെ നിന്ന് എടുക്കരുത്. ചിലവ് കൂടാതെ ഞാൻ ഹോമയാഗം അർപ്പിക്കും. അപ്പോൾ ചിലവ് കൂടാതെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ് ഇന്ന് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത്. ഒരു പ്രയാസം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ
അതാരെങ്കിലും ഇങ്ങ് ഏൽപ്പിച്ച് അവർ പ്രാർത്ഥിച്ച് ആ പ്രശ്നം ഏറ്റെടുത്ത് നമുക്കത് പരിഹരിക്കപ്പെടണം. ചെലവെന്ന് പറയുമ്പോൾ ഇത് പണപരമായി മാത്രമല്ല, അതിനൊരു വില കൊടുക്കുവാൻ നമുക്ക് കഴിയാറ്. വില എന്ന് പറയുമ്പോൾ അതിനുള്ള സമയം, അതിനുള്ള പല കാര്യങ്ങൾ വിലയിൽ നമുക്ക് പെടാം. നമ്മൾ വില കൊടുക്കുന്ന പല കാര്യങ്ങൾ, നമ്മുടെ സമയത്തിന് നാം വലിയ വിലയാണ് കൊടുക്കുന്നത്. നാം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് നമ്മുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അതിനൊരു വലിയ വിലയാണ് അത് നമുക്ക് നൽകേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുവാൻ കഴിയാതെ സൗജന്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നൊരു വലിയ പാഠമാണ്. സൗജന്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതിനൊരു വില നമുക്ക് കൊടുക്കണം. അപ്പോൾ ഹോമയാഗം അല്ലെങ്കിൽ ഒരു ബലി എന്നൊക്കെയും പറയുമ്പോൾ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്, സാക്രിഫൈസ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അതിനൊരു വലിയ വിലയുണ്ട്. അപ്പോൾ യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു, സാക്രിഫൈസ് ആയി തീർന്നു. അതിനൊരു വലിയ വിലയാണ് കൊടുത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനകൾ നടക്കുമ്പോൾ പലപ്പോഴും നാം അവിടെ കടന്നുപോയി ഒരു നേർച്ച പോലും ഇടാതെ മടങ്ങി വരുന്നവരാണ് എങ്കിൽ നാം മനസ്സിലാക്കുക, ആ ബലിയിൽ നാം പങ്കാളികളാകുകയില്ല. കാരണം അതിനൊരു വില നാം കൊടുക്കണം. ഇവിടെ ദാവീദ് അതാണ് ചെയ്യുന്നത്. ചിലവ് കൂടാതെ ഹോമയാഗം അർപ്പിക്കുകയുമില്ല. മറ്റൊരാളുടെ സൗജന്യമായിട്ട് ഒരു കാര്യത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ മറ്റു പലരും ഒരു ദേവാലയമുണ്ടെങ്കിൽ ആ ദേവാലയത്തിൻ്റെ അനുഗ്രഹമാകുന്ന പ്രവർത്തനത്തിന് വേണ്ടി പലരും സംഭാവന ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവരുടെ സംഭാവന കൊണ്ടത് നടക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായി ഞാൻ തീരുകയാണ്. ഞാനൊന്നും കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയുകയില്ല. ഇതാണ് ദാവീദിൻ്റെ ജീവിതം ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നാം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു സംഭവം നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. പുറപ്പാട് പുസ്തകം 25 അധ്യായം 1-2 തിരുവചനം. യഹോവ മോശയോട് കൽപ്പിച്ചത്, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എൻ്റെ വഴിപാട് സ്വീകരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു നിയമപ്പെട്ടകം പണിയുവാൻ, തിരുനിവാസം നിർമ്മാണത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ ദൈവത്തിന് അത് ഒരു ബുദ്ധിമുട്ടുമില്ല. ദൈവം എന്താണ് പറയുന്നത്? ഇതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടത് ഈ ജനമാണ്. എൻ്റെ സാന്നിധ്യം അനുഭവമാക്കേണ്ടത് ഈ ജനമാണ്. അതുകൊണ്ട് അവർ അതിനൊരു വില കൊടുക്കണം. എന്താണത്? എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എൻ്റെ വഴിപാട് സ്വീകരിക്കണം. അവരിൽ നിന്ന് വാങ്ങേണ്ട വഴിപാടുകൾ ഇവയാണ്: പൊന്ന്, വെള്ളി, താമ്രം, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ, കോലാട്ടുരോമം, ചുവപ്പിട്ട ആട്ടിൻകൊറ്റൻ തോൽ, സഹസു തോൽ, ഖദിരമരം, വിളക്കിനെണ്ണ, അഭിഷേക തൈലത്തിന് പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗങ്ങൾ, ഏതോഫിലും മാർപതക്കിലും പതിക്കുവാനുള്ള ഗോമേതകല്ലുകൾ, രത്നങ്ങൾ എന്നിവ തന്നെ. ഓരോന്നും വ്യക്തമായി ദൈവം പറയുകയാണ് എന്തൊക്കെയാണ് അതിനാവശ്യം. ഈ കാര്യങ്ങളൊക്കെയും ഈ ജനത്തിൽ നിന്ന് വാങ്ങണം. അവർ സൗജന്യമായിട്ട് അല്ലെങ്കിൽ അവർ നല്ല മനസ്സോടുകൂടി തരുന്നത് മാത്രമേ വാങ്ങാവുള്ളൂ എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. അപ്പോൾ നാം കൊടുക്കേണ്ടത് എങ്ങനെയുള്ള മനസ്സോടുകൂടി ആയിരിക്കണമെന്ന് കൂടി ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിനു വേണ്ടി നാം കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണം? നല്ല മനസ്സോടെ, സന്തോഷത്തോടെ അത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. കാരണം ഇതൊക്കെയും ദൈവമാണ് അവർക്ക് നൽകിയത്. മിസ്രൈമ്യ അടിമത്തത്തിലായിരുന്ന ഏതാണ്ട് 400 വർഷത്തിലുപരി അടിമത്തത്തിൽ വേതനം കൂടാതെ ജീവിച്ചിരുന്ന ഈ ഇസ്രായേൽ ജനതയെ അവരിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഒരു വലിയ കൊള്ള കൊടുത്താണ് അവരെ അവിടെ നിന്ന് ദൈവം അയക്കുന്നത്. അപ്പോൾ ഈ കൊള്ള മുതൽ അവരുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ഇതൊന്നും അവരുടെ പക്കൽ ഉണ്ടാകുകയില്ല. അതിൽ നിന്ന് ഈ നിർമ്മാണത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ കൊണ്ടുവരുവാൻ അവരോട് ആവശ്യപ്പെടുക. അങ്ങനെ അവർ സന്മനസ്സോടെ നൽകിയതിനെ ദൈവം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. നമുക്കറിയാം ആദ്യത്തെ ബലി, കായിൻ്റെയും ഹാബേലിൻ്റെയും ബലി. രണ്ടുപേരും ബലി അർപ്പിച്ചു. പക്ഷേ ഹാബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു, കായിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല. കാരണം ഹാബേൽ ആ മേധസ്സിൽ നിന്ന് ഏറ്റവും മെച്ചമായത് നല്ല മനസ്സോടെ ദൈവത്തിന് കൊണ്ടുവരുമ്പോൾ കായിൻ അത് അങ്ങനെയല്ല കൊണ്ടുവന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ്, മാനസിക അവസ്ഥയാണ് ദൈവം ഇപ്പോഴും നോക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വരുമ്പോൾ ഒരാൾ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു എന്നല്ല, പിന്നെ നമുക്കുള്ളത് നാം ആരുടെ സന്നിധിയിലാണ് വരുന്നത്? ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സന്മനസ്സോടെ നാം കൊടുക്കുകയും ആ ബലിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ, ഏത് ശുശ്രൂഷയായിരുന്നാലും സാമ്പത്തികമാകുന്ന ചിലവുകളുണ്ടാകാം. ഒരു ധ്യാനത്തിൽ നാം സംബന്ധിക്കുമ്പോൾ
അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ നാം സംബന്ധിക്കുമ്പോൾ നമുക്കെയും പലപ്പോഴും അവിടെ പോയി സംബന്ധിക്കുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, മടങ്ങി വരുന്നു. അതിലുപരിയായി അതെങ്ങനെ നടക്കുന്നു, അതെപ്രകാരം അതിൻ്റെ ഒരു ഭാഗമായി തീരാം, നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങണം എന്നുള്ള ചിന്തയേക്കാൾ ഉപരിയായി അതിൻ്റെ ഇതാകുന്ന ആ സാക്രിഫൈസിൽ ഒരു ഭാഗമായി നാം തീരുമ്പോഴാണ് നമുക്ക് അത് അനുഗ്രഹമായി തീരുന്നതെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അത് വാങ്ങി. നമുക്കറിയാം, അവൻ 600, നാം അത് 1 ദിനവൃത്താന്തം 21-25 വാക്യത്തിൽ വായിക്കുന്നു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശെക്കേൽ പൊന്ന് ഓർണാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരുളി. അപ്പോൾ അതിനൊരു വില കൊടുത്തത് വാങ്ങി. അവിടെ ഹോമയാഗം നടത്തിയപ്പോൾ ദൈവം തീ ഇറക്കി ആ യാഗത്തിൽ പ്രസാദിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ആ സ്ഥലമാണ് യെരുശലേം ദേവാലയം പിന്നീട് പണിയുവാൻ തക്കവണ്ണം ദാവീദിനോട് ദൈവം കൽപ്പിക്കുകയും അത് ഇന്നും ഏറ്റവും അതിപ്രധാനമായ സ്ഥലം, ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന സ്ഥലമായി ഇന്ന് നിലനിൽക്കുകയാണ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും. ആ സ്ഥലത്തിന് എത്ര വില കൊടുത്താലും അത് വാങ്ങുവാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം മുസ്ലിങ്ങളുടെ കരങ്ങളിലായിരിക്കുകയാണ്. യഹൂദന്മാർക്ക് പണമില്ലാഞ്ഞിട്ടില്ല, അവർക്ക് വാങ്ങുവാൻ സാധ്യമല്ല, അവരുടെ പണിയുവാൻ സാധ്യമല്ല. അത്രയേറെ വിലമതിക്കപ്പെട്ട ഒരു സ്ഥലമായത് കാലങ്ങൾ കഴിയുമ്പോൾ മാറ്റപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ആദ്യത്തെ ആരാധനാ സ്ഥലം യെരുശലേം ദേവാലയം പണിയപ്പെട്ടത് ഈ സ്ഥലത്താണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇത് വലിയ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ ആരാധനകളിൽ നാം സംബന്ധിക്കുമ്പോൾ എത്രത്തോളം ആ ബലിയിൽ നമുക്ക് ഭാഗഭാക്കുകളായി തീരുവാൻ, നമുക്ക് അതിനൊരു വില കൊടുക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? പണപരമായും അല്ലാതെയും അതിനൊരു വില, അതിൻ്റെ ഒരു ഭാഗമായി നാം തീരുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നത്, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഈ ദാവീദിൻ്റെ ഈ ജീവിതാനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹമായി തീരട്ടെ. അത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ കൂടുതൽ വളരുവാൻ മുഖാന്തരമായി തീരട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.